ഓക്കെ. ഒരു ക്യാരറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഭാരതത്തിൽ ഉപയോഗിക്കുന്ന സ്വർണത്തിന്റെ ഒക്കെ ഒരു കാര്യം പറഞ്ഞല്ലോ, അതനുസരിച്ചിട്ടുള്ള ഒരു അതിൽ നിന്ന് വന്നൊരു ചോദ്യമാണ് ഒരു ക്യാരറ്റ് എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളത് 200 മില്ലിഗ്രാം ആണ്. ഇതൊക്കെ നോർമലി PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയെടുക്കുക. അടുത്തത് ഫുളറീൻസിന് ഏതുമായിട്ടാണ് സാമ്യമുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗോൾഫ് ബോൾ ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, വോളിബോൾ ഉണ്ട്, ബക്കി ബോൾ ഉണ്ട്. ഏതാണ് ബക്കി ബോളുമായിട്ടാണ് ഫുളറീൻസിനെ നമ്മൾ സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. അതെല്ലാം ഓൾറെഡി ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള കാര്യമാണ്. അടുത്ത ചോദ്യം വാട്ടർ ഗ്യാസ് എന്നായിരുന്നു. വാട്ടർ ഗ്യാസ് ഏതായിരുന്നു വാട്ടർ ഗ്യാസ്? ആരെങ്കിലും ഉത്തരം അറിയാമെങ്കിൽ ഒന്ന് പറയുമോ? വാട്ടർ ഗ്യാസ് എന്നാൽ എന്തെന്ന്? കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ. കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ. കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ. അങ്ങനെയാണെങ്കിൽ പ്രൊഡ്യൂസർ ഗ്യാസ് എന്താണ്? പ്രൊഡ്യൂസർ ഗ്യാസ് കാർബൺ മോണോക്സൈഡ് പ്ലസ് നൈട്രജൻ. കാർബൺ മോണോക്സൈഡ് പ്ലസ് നൈട്രജൻ. കാർബൺ മോണോക്സൈഡ് പ്ലസ് നൈട്രജൻ ആണ് പ്രൊഡ്യൂസർ ഗ്യാസ്. കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ ആണ് വാട്ടർ ഗ്യാസ്. ഓക്കെ. ബയോഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോഗ്യാസ് മീഥൈൻ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളേ. മീഥൈൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ചേർന്നിട്ട് വരുന്ന അറിയാലോ നിങ്ങൾക്ക് ബയോഗ്യാസ്. അടുത്തത് ഡയമണ്ടിന്റെ ഹൈബ്രിഡൈസേഷൻ ഏതാണെന്നാണ്. ഡയമണ്ടിന്റെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. ഗ്രാഫൈറ്റിന്റെയോ? ഗ്രാഫൈറ്റിന്റെ ഹൈബ്രിഡൈസേഷൻ എന്തായിരുന്നു? ഗ്രാഫൈറ്റിന്റെ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. ഡയമണ്ടിൻ്റെത് sp3 ആണ്. ഓക്കെ. അടുത്തത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ചോദ്യം പ്രൊഡ്യൂസർ ഗ്യാസിന്റെ മിശ്രിതത്തിന്റെ ഫോർമുലയാണ് CO+N2. അടുത്തത് കാർബൺ മോണോക്സൈഡ് വാതകത്തിന്റെ നിറം എന്താണെന്നുള്ളതാണ്. കാർബൺ മോണോക്സൈഡിന് പ്രത്യേകിച്ച് നിറമൊന്നും തന്നെ ഇല്ല. അടുത്തത് അങ്ങനെയാണെങ്കിൽ ഓസോണിന്റെ നിറം എന്താണ്? ഓസോണിന്റെ നിറം ആർക്കെങ്കിലും അറിയാമോ? ഓസോണിന്റെ നിറം അറിയാമോ? ജനറൽ PSC എന്തോ പറഞ്ഞു ആരേലും? നീല. വെരി ഗുഡ്. സ്ലൈറ്റ്ലി ബ്ലൂ ഇൻ കളർ, നീല നിറമാണ് ഓസോണിന്റെ നിറം. അടുത്തത് CO2 വാതകത്തിലെ ബന്ധനങ്ങളുടെ എണ്ണം, അതായത് സ്പൈ ബോണ്ടുകളുടെയും സിഗ്മ ബോണ്ടുകളുടെയും എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പം എനിക്ക് ഒരാൾ ഡൗട്ട് ചോദിച്ചിരുന്നു, ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും അല്ലെങ്കിൽ സിഗ്മ ബോണ്ടും പൈ ബോണ്ടും ഒക്കെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഫിസിക്സ് മെയിൻ ആയിട്ടുള്ളവർക്ക് അതൊരു കൺഫ്യൂഷൻ വരും. അപ്പൊ ഓർക്കുക, ഇപ്പൊ ഞാനൊരു എക്സ് ഇങ്ങനെ ഇടുകയാണ്, എക്സ് ട്രിപ്പിൾ ബോണ്ട് വൈ ഇടുകയാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഓർക്കുക, 3 എണ്ണം, അതായത് എക്സിനെയും വൈനെയും ബന്ധിപ്പിച്ച് 3 ബോണ്ടുകൾ വന്നിട്ടുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം ആ നടുക്കത്തെ ആള് സിഗ്മയും അപ്പിലും ഡൗണിലും നിൽക്കുന്ന ആള് പൈയുമാണ്. ഒരു സിഗ്മയും 2 പൈയും. അതായത് ട്രിപ്പിൾ ബോണ്ടിൽ 1 സിഗ്മയും 2 പൈയുമാണ്. ഇനി ഡബിൾ ബോണ്ട് വന്നാൽ 2 വരെയാണ് വന്നെങ്കിൽ അതിൽ ഒരാൾ സിഗ്മയും ഒരാൾ പൈയുമാണ്. ഇനി 2 ആറ്റങ്ങളുടെ ഇടയിൽ ഒരൊറ്റ വരയുള്ളെങ്കിൽ അത് സിഗ്മയാണ്. അങ്ങനെയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിലെ ബന്ധനങ്ങളുടെ എണ്ണം എങ്ങനെയാണ്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര സിഗ്മയും എത്ര പൈ ബോണ്ടും ഉണ്ട്? പറഞ്ഞേ. ഫിസിക്സ് മെയിൻ എടുത്തുള്ള നിത്യ അല്ലാത്ത വേറെ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. കാർബൺ ഡൈ ഓക്സൈഡിലെ സിഗ്മ പൈ ബന്ധനങ്ങൾ നമ്മൾ ആരെയും കാണുന്നില്ലല്ലോ, ഒന്ന് ഗസ് അടിച്ചാലും മതി. ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നില്ല എങ്ങനെ ഇത് കണ്ടുപിടിക്കേണ്ടതെന്ന്. അപ്പൊ പറയാലോ. സ്ട്രക്ചറും വരച്ചിട്ടിട്ടുണ്ട്. ഒരു ഫിസിക്സുകാർ പറഞ്ഞേ, ഒരു ഫിസിക്സ് മെയിൻ ആയിട്ടുള്ളവര്. പ്രിയങ്ക ഉണ്ടോ? പ്രിയങ്ക, സ്വാതി ഉണ്ടോ? സ്വാതി. യെസ് മാം. പറഞ്ഞോ സ്വാതി. ഈ CO2ന്റെ പറഞ്ഞോട് ഉറക്കെ പറഞ്ഞോ. 2 സിഗ്മയും 2 പൈയും. വെരി ഗുഡ്. 2 സിഗ്മയും 2 പൈ. മനസ്സിലായോ അതെങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്ന്? മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. അടുത്തത്
EDTA ലിഗാൻഡിലെ ദാതാക്കൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. എന്താണ് EDTA? എന്താണ് EDTA? രത്ന വൈശാഖ് ഉണ്ടോ? രത്ന ലക്ഷ്മി ഉണ്ടോ? ലക്ഷ്മി ഗിരീഷ് പണിക്കർ. ലക്ഷ്മി ഉണ്ടോ? ചിന്നു, ശില്പ ഉണ്ടോ? ധന്യ ഉണ്ടോ? ധന്യ ഉണ്ടായിരുന്നല്ലോ മുമ്പ്. ധന്യ EDTA. സുബി പറഞ്ഞോ. സുബി എന്താണ് EDTA? എഥിലീൻ ഡയമീൻ ടെട്രാ എഥിലീൻ ഡയമീൻ ടെട്രാ അസറ്റേറ്റ് അയോൺ ആണ്. അതില് എത്ര ദാതാക്കളുണ്ട്? എത്ര ഡോണേഴ്സ് ഉണ്ടടാ? 4 ഓക്സിജനും 2 നൈട്രജനും ചേരുമ്പോൾ 6 മൊത്തം 6 ഡോണേഴ്സ് ആണ്. നമുക്ക് അതിനെ ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് വിളിക്കാം. 2 നൈട്രജനും 4 ഓക്സിജനുമാണ് EDTA ലിഗാൻഡിലെ ദാതാക്കൾ. PSCയിൽ പല പരീക്ഷകൾക്കും കെമിസ്ട്രി റിലേറ്റ് ചെയ്തുള്ള പല പരീക്ഷകൾക്കും EDTയിൽ നിന്ന് ചോദ്യം വന്നിട്ടുള്ളതാണ്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ലിഗാൻഡ് ആണ്. അടുത്തത്, ഇരുമ്പിന്റെ പോയിസണിങ് ഏത് ലിഗാൻഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? അതായത് നമുക്ക് ഓവർ ഡോസേജ് ഓഫ് ഇരുമ്പൊക്കെ വന്നാൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആന്റിഡോട്ട് കൊടുക്കുമല്ലോ, അതെന്ന് പറയുന്നത് ഡെസ്ഫെറോക്സമീൻ എന്നൊരു ലിഗാൻഡിനെ ബേസ് ചെയ്തിട്ടാണ് വാഷിംഗ് നടക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്തത്, മെഥനോയിക് ആസിഡിന്റെ നിർജലീകരണം. മെഥനോയിക് ആസിഡ് എന്താണ്? HCOOH. എന്താണ് ഈ നിർജലീകരണം? സ്വാതി. ഡീഹൈഡ്രേഷൻ അല്ലേ മിസ്? അതെ. അതായത് എന്താണ് അവിടുന്ന് പോകുന്നത്? വാട്ടർ എലിമിനേറ്റ് ചെയ്യും. അപ്പൊ വാട്ടർ എന്ന് പറയുന്നത് എന്താ? വാട്ടറിന്റെ ഫോർമുല H2O. ഈ മെത്തനോയിക് ആസിഡ് H2O എന്ന് എടുത്തു കളഞ്ഞാൽ പിന്നെ മിച്ചം ആരാ? CO, കാർബൺ മോണോക്സൈഡ്. അപ്പൊ കാർബൺ മോണോക്സൈഡ് ആണ് ഉത്തരം. അടുത്തത്, പ്രതീക്ഷയുടെ ലോഹം. ഇതൊക്കെ നമ്മൾ ജനറൽ PSC ടൈപ്പ് ചോദ്യങ്ങളാണ്. പ്രതീക്ഷയുടെ ലോഹം എന്ന് പറയുന്നത് യുറേനിയം ആണ്. മഴവിൽ ലോഹം ഇറിഡിയം ആണ്. അടുത്തത്, RuH2O6 റുത്തീനിയം വാട്ടർ അല്ലെ? റുത്തീനിയം 6 വാട്ടറോട് ചേർന്നൊരു കോംപ്ലക്സ് ആണ്. ഇതിന്റെ CFC വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇതൊരു ഒക്ടാഹൈഡ്രൽ സംയുക്തമാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഡീമെറ്റൽ ആയിട്ടുള്ള എലമെന്റിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് T2G 3 2 EG. EG T2G. ഇത് ഏതാണ്? -0.4 മുകളില് 0.6 ഇങ്ങനല്ലേ പഠിച്ചത് നമ്മള്? ഓർക്കുന്നുണ്ടോ? ഫിസിക്സുകാർക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ഹലോ, കേക്കാവോ? ഓക്കെ. എന്നിട്ട് നമ്മൾ റുത്തീനിയം 2+ എന്ന് പറയുമ്പോൾ ഫിറോസ് ഫാമിലിയിൽ വരുന്നതാണ്. FeRuOs. അയണിന്റെ ഫാമിലിയാണ്. B6 സിസ്റ്റം എന്ന് പറയാം. ഇവിടെ ശരിക്കും നമുക്ക് പറഞ്ഞാല് 3 4 5 6 കൊടുക്കുന്നു. ഇവിടെ 1 2 3 കൊടുത്തു. ഇനി റുത്തീനിയം എന്ന് പറയുന്നത് ഒരു 4D എലമെന്റ് ആണ് അല്ലെ? 4D എലമെന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഏത് ലിഗാൻഡ് വന്നാലും അവര് ലോ സ്പിൻ ആയിട്ട് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ സ്ട്രോങ് ഫീൽഡ് ആയിട്ട്, അതായത് കൂടെയുള്ള ആള് സ്ട്രോങ് ഫീൽഡ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ട് പെയറിങ് നടത്തും. സോ ഇവിടെ തന്നെ ഇലക്ട്രോൺസ് ഫിൽ ചെയ്യും. അപ്പൊ നമുക്ക് CFC വാല്യൂ എന്തെന്ന് കിട്ടും? -0.4 × 6 4 6, അതായത് -2.4 DQ ആണ് ഉത്തരം. അല്ലെങ്കിൽ DQ അല്ലല്ലോ, ഡെൽറ്റ O ആണ് ഉത്തരം. -24 DQ വരും. ഇവിടെ ആൻസർ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. -24 DQ ആണ് ഉത്തരം. അടുത്തത്, ഭാവിയുടെ ലോഹം ടൈറ്റാനിയം ആണ്.
അപ്പൊ ഇങ്ങനത്തെയൊക്കെ ലോഹത്തിന്റെ ഇതുപോലെയുള്ള ജനറൽ ക്വസ്റ്റ്യൻ, അതിന്റെ ഒരു PDF ഞാൻ ഇന്നോ നാളെയോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഇത്തരത്തിലുള്ള ലോഹങ്ങളുടെ ചോദ്യങ്ങളൊക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ, ഇന്ന മഴവിൽ ലോഹം ഏത്, ഭൂമിയുടെ പേരിൽ നിന്ന് ഡിറൈവ് ചെയ്ത ലോഹത്തിന്റെ പേര് ഏത്. അപ്പൊ അത്തരത്തിലൊരു PDF ഞാൻ തരാമേ. അടുത്തത്, തന്നിരിക്കുന്നതിൽ തിളനില കൂടിയത്. തിളനില എന്ന് വെച്ചാൽ എന്താണ്? തിളനില ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ്. അപ്പൊ തന്നിരിക്കുന്നതിനകത്ത് ബോയിലിംഗ് പോയിന്റ് കൂടുതൽ ആർക്കാണ്? നമ്മളിത് ലോഹങ്ങളുടെ പാഠം, മെറ്റലർജിയുടെ പാഠം പഠിച്ചപ്പോൾ ബോയിലിംഗ് പോയിന്റിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഇത് പൊതുവെ മെറ്റലുകൾക്ക് ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്. അപ്പൊ അതില് നമ്മുടെ SCERT ടെക്സ്റ്റിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറെ കുറെ മെറ്റലുകളും അവരുടെ ബോയിലിംഗ് പോയിന്റും. അപ്പൊ നമുക്ക് ഇങ്ങനെ ചിലപ്പോ ഒരു സാധ്യതയുണ്ട്, അതായത് ചിലപ്പോൾ നോൺ മെറ്റലൊക്കെ വെച്ചിട്ടാണ് ചോദിക്കുന്നേ പോലും ഇങ്ങനെ ഇത്രയും കൃത്യമായിട്ട് തന്നാൽ നമുക്ക് കൃത്യമായിട്ട് അറിയണമല്ലോ വാല്യൂ. ഇതാ SCERTയുടെ ടെക്സ്റ്റിൽ നിന്ന് ഞാൻ എടുത്ത ചോദ്യമാണ്. അപ്പൊ അതിനകത്ത് കുറെ ലോഹങ്ങൾ തന്നിട്ട് അവരുടെ കറസ്പോണ്ടിങ് ബോയിലിംഗ് പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം നാളെ. അപ്പൊ അങ്ങനത്തെയൊക്കെ ബോക്സും നമ്മളൊന്ന് നോക്കണമല്ലോ. അപ്പൊ അതും ഒന്ന് കൃത്യമായിട്ട് അറിഞ്ഞു വെക്കുക. ജസ്റ്റ് ഏറ്റവും കൂടുതൽ ഏറ്റവും കുറവ് വരുന്ന ആർക്കാണ് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ. ടൈറ്റാനിയത്തിനായിരുന്നു ഇത്രയും 4 പേരിൽ കൂടുതൽ ബോയിലിംഗ് പോയിന്റ്. അടുത്തത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഷുഗർ, ചാർക്കോള്, ലാംപ് ബ്ലാക്ക് എന്നിവ കാർബണിന്റെ എന്ത് തരം രൂപാന്തരമാണ്? അലോട്രോപ്പ് ആണ്, അശുദ്ധമാണ്. ആദ്യമേ നമ്മൾ പറഞ്ഞു അശുദ്ധ രൂപാന്തരങ്ങൾക്ക് ഉദാഹരണമായിരുന്നു ചാർക്കോള്, ലാംപ് ബ്ലാക്ക്. മാത്രമല്ല ഇവര് അമോർഫസുമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്തത് NiCN4 ട്വൈസ് സംയുക്തത്തിന്റെ മാഗ്നറ്റിക് സ്വഭാവമാണ് ചോദിച്ചിരിക്കുന്നത്. മാഗ്നറ്റിക് സ്വഭാവം അതായത് ഫെറോ ആണോ, ഫെറി ആണോ, ഡയ ആണോ എന്നൊക്കെ. അപ്പം NiCN4 2- എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം D8 സിസ്റ്റം ആണ്, സ്ട്രോങ് ഫീൽഡ് ആണ്. D8 സിസ്റ്റം സ്ട്രോങ് ഫീൽഡ്, നിക്കലിനോടൊപ്പം സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് വന്നു. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് ആണ്. നിങ്ങൾ VB തിയറി ചെയ്ത് നോക്കിയാൽ DsP2 ഹൈബ്രിഡൈസേഷൻ വരും. D8 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ അതായത് 1, ഇപ്പം 5 ആണല്ലോ നമ്മുടെ ഓർബിറ്റൽ. 1, 2, 3, 4, 5, 6, 7, 8. CN സ്ട്രോങ് ആയതുകൊണ്ട് പെയറിങ് നടക്കും. അപ്പൊ അവിടെ എന്താണ് അൺപെയർഡ് ഇലക്ട്രോൺ ഒന്നും തന്നെ ഇല്ല, എല്ലാം ഇരട്ട ആയിട്ടുള്ള ഇലക്ട്രോൺ ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെ ഡയാമാഗ്നറ്റിക് എന്ന് പറയും. അടുത്തത് പിച്ചളയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. പിച്ചള എന്താണ്? പിച്ചള എന്ന് വെച്ചാൽ എന്താണ്? പിച്ചള ആർക്കെങ്കിലും അറിയാവോ? പിച്ചള എന്തോ? ബ്രോൺസ് ആണോ? അപ്പൊ ബ്രാസ് ഏതാണ്? ബ്രാസ് ആണ് പിച്ചള കേട്ടോ. എഴുതിയെടുത്തോടെ. ബ്രാസ് പിച്ചള, ബ്രോൺസ് വെങ്കലം. എഴുതിയെടുത്തോടെ. ഇത് ചിലപ്പം ബ്രാസും ബ്രോൺസും ആയിട്ട് ചോദിക്കില്ല, പിച്ചളയും വെങ്കലമായിട്ട് തന്നെ ചോദിക്കത്തുള്ളൂ. ഓക്കെ, ബ്രാസ്, പിച്ചള, ബ്രോൺസ്, വെങ്കലം. പിച്ചളയിലാണേലും വെങ്കലത്തിലാണേലും ഏറ്റവും കൂടുതൽ കണ്ടന്റ് വരുന്നത് ചെമ്പാണ്, കോപ്പർ. അടുത്തത് അത് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നു. MnH2O6 2+ന്റെ CFSC സംഖ്യ. MnH2O6 2+, അതായത് Mn2+ ആണ്, D5 സിസ്റ്റം ആണ്. H2O എന്ന് പറയുന്നത് വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. ഞാൻ പെട്ടെന്ന് തന്നെ ആ ഒരു കോൺഫിഗറേഷൻ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കറക്റ്റ് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും കോൺഫിഗറേഷൻ എന്താണെന്ന് പറയാത്തത് കേട്ടോ. ഇപ്പൊ D5 വരുമ്പം നമുക്ക് T2 ഒക്ടാഹെഡ്രൽ അല്ലേ, T2G EG കൊടുത്താൽ 1, 2, 3 വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട് ഇവിടെ തന്നെ പെയറിങ് നടത്തില്ല, നേരെ മുകളിലോട്ട് പോകും. അപ്പൊ എത്രയാ വരിക? ഇവിടുന്ന് -0.4 മുകളിൽ നിന്ന് 0.6 ആണ് ഇതിന്റെ മൂല്യം. താഴത്തെ ആള് -0.4 ആണ്. സോ -0.4 × 3 + 0.6 × 2
ദാറ്റ് ഇസ് -1.2 പ്ലസ് 1.2 ദാറ്റ് ഇസ് 0 ആണ് ഉത്തരം. ഓക്കെ, ഇത്ര അല്ലായിരുന്നോ നമ്മുടെ ക്വസ്റ്റ്യൻ? ഇത്ര അല്ലായിരുന്നോ ക്വസ്റ്റ്യൻ? വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നമ്മൾ പറയാതെ പോയിട്ടുണ്ടോ? ഒരെണ്ണം ഉണ്ടല്ലോ മിസ്സേ, നമ്മുടെ ഏതാ? അയണിന്റെ ടെട്രാഹീഡ്രൽ കോംപ്ലക്സസ് വന്നിട്ട് സയനൈഡും ക്ലോറിനും വന്നിട്ടുള്ള ഒരെണ്ണം അതായത് സി സ്ക്വയർ എഫ് എസ് പ്ലനാർ കണ്ടുപിടിക്കാനുള്ള. കോംപ്ലക്സ് വരുമ്പോ അല്ലേ, സ്ക്വയർ പ്ലനാർ കോംപ്ലക്സിന് അതെ, CFSE വാല്യൂ കൂടുതൽ വരുന്നു അതല്ലേ? ആ ക്വസ്റ്റ്യൻ ഞാൻ ടൈപ്പ് ചെയ്തിട്ടില്ല, അതാ മിസ്സേ. അതല്ലയോടാ? അതാ മിസ്സേ. അതെ അതെ അതെ. ആ ക്വസ്റ്റ്യൻ ഒന്ന് പറയണേ, ഞാൻ ഇപ്പൊ വർക്ക്ഔട്ട് ചെയ്യാം. ഒന്ന് പറഞ്ഞേ. അതില് അയണിന്റെ ഹെക്സാസൈനോ ഫെറേറ്റിന്റെ FeCN4 ഫോർമുല വെച്ച് 2 പറയടാ, മൈനസ് അതായിരിക്കും എഴുതാൻ എളുപ്പം. FeCN4 2 മൈനസിലും FeCN4 2 മൈനസ്, ഓക്കെ, 2 മൈനസ് ആ. FeCN6 2 മൈനസ് FeCN6 2 മൈനസ്, ഓക്കെ, 2 മൈനസ് FeCl4 2 മൈനസ്. അടുത്തത് ഏതാടാ? FeCl4 അത്രേ ഉള്ളൂ മിസ്സേ, CFS കൂടുതൽ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഈ 3 കോംപ്ലക്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 3 പേരുടെയും സെൻട്രൽ മെറ്റല് ഒരാൾ തന്നെയാണ്. ആകെ വ്യത്യാസം ഇവരുടെ ഷേപ്പിനാണ്. FeCN4 2 മൈനസ് ആണ്. അപ്പൊ അയാള് ശരിക്കും പറഞ്ഞാൽ സ്ക്വയർ പ്ലനാർ കോംപ്ലക്സ് ആണ്, സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് വരുന്നത് കൊണ്ട്. നേരെ മറിച്ച് Cl4 ആയതുകൊണ്ട്, Cl ആയതുകൊണ്ട് ഇയാള് സ്വാഭാവികമായിട്ടും sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ദാറ്റ് മീൻസ് ടെട്രാഹൈഡ്രൽ ആണ്. നേരെ മറിച്ച് രണ്ടാമൻ FeCN6 ആണ്, ഓഫ് കോഴ്സ് അത് ഒക്ടാഹൈഡ്രൽ ആണ്. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്, നമ്മുടെ ഒക്ടായും ടെട്രായും അതുപോലെ തന്നെ ഏതാണ്, ടെട്രാഹൈഡ്രൽ സ്ക്വയർ പ്ലനാർ, നമ്മുടെ ഒക്ടാഹൈഡ്രൽ ടെട്രാഹൈഡ്രൽ സ്ക്വയർ പ്ലാനർ, ഈ 3 എടുക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ CFSE വാല്യൂ വരുന്നത് സ്ക്വയർ പ്ലനാറിനാണ്. അതായത് ഒക്ടാഹൈഡ്രലിന്റെ CFSE എടുത്ത് നോക്കുമ്പോൾ, അതായത് ഡെൽറ്റ O എടുത്താൽ ഏകദേശം സ്ക്വയർ പ്ലനാറിന്റെ CFSE എടുത്താൽ ഏകദേശം 1.38 ടൈംസ് ഇൻറ്റു CFSE ഓഫ് ഡെൽറ്റ O ആണ്. ഒക്ടാഹൈഡ്രലിനേക്കാൾ 1.38 ടൈംസ് കൂടുതലാണ്. അപ്പൊ എപ്പോഴും ഓർക്കുക, ഏറ്റവും കൂടുതൽ CFSE വരുന്നത് സ്ക്വയർ പ്ലനാർ മൂലകങ്ങൾക്ക്, കോംപ്ലക്സുകൾക്ക്. അതിനുശേഷം ഒക്ടാഹൈഡ്രൽ, ഏറ്റവും കുറവ് വരുന്നത് ടെട്രാഹൈഡ്രലിനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ A ആയിരിക്കും നമ്മുടെ ഉത്തരം. അപ്പൊ എപ്പോഴും നോക്കണം, ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വന്നിട്ട് CFSE വരുമ്പോൾ നിങ്ങൾ അത് CFSE കണ്ടുപിടിക്കാനായിട്ട് നിന്ന് സമയം കളയരുത്. നേരെ മറിച്ച് ഈ ഒരു കാര്യം ഓർക്കുക. ചിലപ്പോൾ ഇനി 2 എണ്ണം തരും, ടെട്രാഹൈഡ്രലും ഒക്ടാഹൈഡ്രലും മാത്രം തന്നിട്ട് ഏതിനാണെന്നൊക്കെ ചോദിക്കാം, ഈ പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ. അപ്പം ഈ ഒരു കാര്യം ഓർക്കുക. ടെട്രാഹൈഡ്രൽ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചില്ലേ, 4/9 ടൈംസേ ആവുന്നുള്ളൂ എന്നൊക്കെ പഠിച്ചിരുന്നല്ലോ. അപ്പം മാത്രമല്ല, ടെട്രാഹൈഡ്രലിൽ എപ്പോഴും ഹൈസ്പിൻ കോംപ്ലക്സേ ഫോം ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് CFSE കുറവായിരിക്കും. അപ്പോൾ അതുപോലെയുള്ള ആപ്ലിക്കേഷൻ ചോദ്യങ്ങളൊക്കെ വരാം. ഇനി ഞാൻ അടുത്തൊരു നിങ്ങൾക്ക് എക്സാം നടത്താൻ ഉദ്ദേശിക്കുന്നത് ഫുൾ പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങൾ വെച്ചിട്ടായിരിക്കും കേട്ടോ. അപ്പം അതായത് നമ്മൾ ഇതുവരെ പഠിപ്പിച്ചത് 2 സെക്ഷൻ ആയിട്ട് നമുക്ക് പ്രസ്താവന സ്റ്റേറ്റ്മെന്റ് മാത്രമായിട്ടുള്ളൊരു എക്സാം നടത്താം. നിങ്ങൾ ഇതിന്റെയൊക്കെ ചിലവരൊക്കെ ഇത് എക്സാം എഴുതാത്തവരുണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്ത് തന്നിട്ട് ഇതുവരെ പഠിപ്പിച്ച 2 റിവിഷൻ എക്സാമിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ഉള്ളി ടൈപ്പ് ആയിട്ട് SCRT എല്ലാം ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് മാത്രമുള്ള ഒരു ചോദ്യം പരീക്ഷ, ഒരു എന്താ പറയുന്നത്, ഒരു എക്സാം നടത്താം. നിങ്ങൾക്ക് എന്താ അഭിപ്രായം സ്റ്റേറ്റ്മെന്റ് മാത്രമായിട്ട് നടത്താൻ? Yes, ma'am. വേറെ ആർക്കും അഭിപ്രായമില്ലേ? ഓക്കെ, അപ്പം നിങ്ങളൂടെ പഠിക്കണം കേട്ടോ. ഈ ഒരുപാട് പേര് എക്സാം അറ്റൻഡ് ചെയ്യാത്തവരുണ്ട്. ആകെ 34 പേര് മാത്രമാണ് എക്സാം അറ്റൻഡ് ചെയ്തത്. കേട്ടപ്പോൾ തന്നെ നല്ല സങ്കടമുണ്ട്. ആ എക്സാം റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, ആകെ 34 പേര് മാത്രമാണ് എക്സാം അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അത്രയും കട്ട് ഓഫും കൂടുതൽ ഇട്ടത്. 40 സംതിങ് എന്തോ അല്ലായിരുന്നോ കട്ട് ഓഫ്. അപ്പൊ അടുത്ത എക്സാം വരുമ്പോഴത്തേക്കെങ്കിലും നിങ്ങൾ സീരിയസ് ആവുക.
നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനായിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റണം. അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പം ഇപ്പൊ ഈ കിട്ടുന്ന സമയം നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന സമയമാണ്. അപ്പൊ അത് നിങ്ങൾ മാക്സിമം ഉപയോഗിച്ച് നല്ല രീതിയിൽ പഠിച്ചു പോവുക എന്ന് ഞാൻ പറയുന്നുള്ളൂ. എല്ലാ ഫിസിക്സ് ആണേലും കെമിസ്ട്രി ആണേലും ജനറൽ ആണേലും മാക്സിമം നന്നായിട്ട് പഠിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് റെഫർ ചെയ്തും വായിച്ചൊക്കെ പഠിക്കാനുള്ള സമയമുണ്ട്. അപ്പൊ നിങ്ങൾ വെറുതെ ഈ സമയം കളയരുത്. ഈവൻ നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെ പോലും നിങ്ങൾക്ക് ഇപ്പോഴും സമയമുണ്ട് അത് കണ്ടെത്തി പഠിക്കാനായിട്ട്, കാരണം നോട്ടിഫിക്കേഷൻ വരാത്ത പക്ഷം. അപ്പൊ അത് കഴിഞ്ഞിട്ടൊരു ഹറിബറിക്ക് പോകുന്നതിനേക്കാളും ഇപ്പോഴേ നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചു പോകുന്നതായിരിക്കും. നാളെ അല്ലേ ഫിസിക്സ് മിസ് പറഞ്ഞിരിക്കുന്നത്? അതെ. ഓക്കെ. അപ്പൊ ഞാൻ മറിയാം മിസ്സിനോട് ചോദിച്ചിട്ട് എക്സാം ഒന്നുകൂടെ ഓപ്പൺ ചെയ്തു തരാം. അപ്പൊ നിങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യോ? രശ്മി അപ്പോഴത്തേക്ക് പഠിച്ചു തീരുവോ? രശ്മി, ശ്രീജു ഒക്കെ, രശ്മി ഫ്യൂലി. പഠിച്ചു തീരും ടീച്ചറെ. അപ്പൊ ഞാൻ ഓപ്പൺ ചെയ്തു തരാവേ. ഒന്ന് പറയണേ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോ. രശ്മി ഒന്ന് പറയണേ എന്നോട്, ഞാൻ അപ്പോഴത്തേക്ക് ഓപ്പൺ ചെയ്തു തരാം കേട്ടോ. ശരി. ശരി ടീച്ചർ. ശ്രീജു അതുപോലെ കോർഡിനേഷൻ എത്തിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ മാം. ജസീനയോ? മിസ് ഉഴപ്പരുതായാലും. ഓക്കെ. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാമേ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് മാത്രമായിട്ടുള്ള എന്താണ്